അപ്രതീക്ഷിതമായി അനന്തപുരിയിലെത്തിയ ആ അതിഥി അവസാനം മടങ്ങിപ്പോവുകയാണ്. ഒരു മാസത്തിലേറെയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം നാളെ തിരികെ പറക്കും. തകരാർ പരിഹരിച്ച് തിരികെ പറക്കാൻ സജ്ജമായ യുദ്ധവിമാനത്തെ വിമാനത്താവളത്തിലെ ഹാങ്ങറിൽ നിന്നും ഇന്ന് പുറത്തിറക്കും. വിമാനം പുറത്തിറക്കി അന്തിമ പരിശോധനകൾ വിജയകരമായി പൂർത്തിയായാൽ ഇന്ന് തന്നെ കൊണ്ടുപോകുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ഏതാനും ആഴ്ചകൾ മുൻപെത്തിയ 14 അംഗ വിദഗ്ധ സംഘത്തെ തിരികെ കൊണ്ടുപോകാൻ ബ്രിട്ടനിൽ നിന്നുള്ള ഗ്ലോബ് മാസ്റ്റർ വിമാനം നാളെ എത്തുമെന്നാണ് വിവരം. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ പരിഹരിക്കാനെത്തിച്ച ഉപകരണങ്ങളും തിരികെ കൊണ്ടുപോകും. ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന F-35B യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് ജൂൺ 14 തിരുവനന്തപുരത്ത് ഇറക്കിയത്. അടിയന്തരമായി ഇറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറ് സംഭവിച്ചു. വിമാനവാഹിനി കപ്പലിൽ നിന്ന് 2 എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും തകരാർ പരിഹരിക്കാനായില്ല. പിന്നീട് ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധരെത്തി വിമാനം ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്നു. അതേസമയം വിമാനത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനും ഇന്ത്യൻ വ്യോമസേന സാധ്യമായ എല്ലാ പിന്തുണയും നൽകിയിരുന്നു. ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ളതാണ് F-35 വിമാനം. ഈ വിമാനങ്ങൾ ഇതുവരെ 20ലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. US-ന്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത്. ഇസ്രയേൽ, ബ്രിട്ടൻ, ജപ്പാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിനാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. വാടക ഇനത്തിൽ 8 ലക്ഷത്തോളം രൂപ തിരുവനന്തപുരം വിമാനത്താവളത്തിനും ഹാങ്ങർ സംവിധാനം നൽകിയതിന് എയർ ഇന്ത്യയ്ക്കും ലഭിക്കും. വിമാനത്താവളത്തിൽ യുദ്ധവിമാനം നിർത്തിയിട്ടതിന്റെ പാർക്കിംഗ് ഫീസ്, വിമാനം ഇറക്കിയതിന്റെ ലാൻഡിംഗ് ചാർജ് എന്നിവ ചേർത്തുള്ള തുക വിമാനത്താവള നടത്തിപ്പുകാരായ അദാനി കമ്പനിക്കാണ് ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടത്. F-35B യുദ്ധവിമാനത്തിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർക്കിംഗ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നീണ്ടകാലത്ത് കുരുങ്ങിക്കിടന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം സോഷ്യൽ മീഡിയയിലെ ട്രോൾ മെറ്റീരിയലും ആയിരുന്നു. മോഹൻലാൽ പ്രിയദർശൻ സിനിമയായ വെള്ളാനകളുടെ നാട്ടിലെ സീനുമായാണ് ട്രോളന്മാർ യുദ്ധവിമാനത്തെ കൂട്ടിക്കെട്ടിയത്. പലതവണ വാർത്തകളിലും വിമാനം ഇടം പിടിച്ചിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലടക്കം ചർച്ചയായ ഈ വിഷയം കേരള ടൂറിസവും പ്രമോഷനായി ഉപയോഗിച്ചിരുന്നു. കേരളത്തിന്റെ മനോഹാരിത ചൂണ്ടിക്കാട്ടി ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലമാണിതെന്നാണ് F-35 വിമാനം നിർത്തിയിട്ടിരിക്കുന്നതിന്റെ ചിത്രം വെച്ചുള്ള പരസ്യ പോസ്റ്റർ. പിന്നാലെ കുടുംബശ്രീ ഹരിതകർമ്മസേനയും തങ്ങളുടെ പരസ്യങ്ങൾക്കായി യുദ്ധവിമാനം വിഷയമാക്കിയിരുന്നു. ഇതിനിടയിൽ മോട്ടോർ വാഹന വകുപ്പ് ബോധവൽക്കരണത്തിനായി ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ ഉപയോഗിച്ചിരുന്നു. വിമാനത്തെ ഉദാഹരണമാക്കി വാഹനം കൃത്യമായി പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് MVD തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത്. അതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനിടയിൽ ചില വിരുദ്ധന്മാർ വിമാനത്തെ ഓൺലൈൻ വ്യാപാര വെബ്സൈറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ച സംഭവവും റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.